ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ജനപ്രിയ ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു നടനാണ് ജയറാം. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചാസ്വദിച്ച് കണ്ട കോമഡി സിനിമകളിലെ നായകനാണ് ദിലീപ്. എന്റെ ഒരു 21-22 വയസ്സ് ടൈമിൽ അന്നത്തെ കേരളത്തിലെ യങ്സ്റ്റേഴ്സിന്റെ ഒരു ഹരമായിരുന്നു നിവിൻ പോളി. എന്നാൽ ഇന്ന് 60 കഴിഞ്ഞ ജയറാമും 50 കഴിഞ്ഞ ദിലീപും 40 കഴിഞ്ഞ നിവിൻ പോളിയും പഴയ ചെറുപ്പക്കാരന്റെ പരിപാടികൾ കാണിച്ചാൽ പ്രേക്ഷകർ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ അപ്പോഴും പ്രേക്ഷകർക്ക് ചെറുപ്പക്കാരുടെ പരിപാടികൾ, അതായത് യങ്, എനർജറ്റിക് ആൻഡ് ലൈവ്ലി ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ ആ ഒരു പെർഫോമൻസ് കാണാൻ എല്ലാ കാലവും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും ഒരു ചെറുപ്പക്കാരനായ ആക്ടറിനെ പ്രേക്ഷകർ അയാൾ നമ്മുടെ സ്വന്തം ആളാണെന്ന നിലക്ക് കാണുകയും ആ ഒരു സപ്പോർട്ട് അയാളെ വലിയൊരു സ്റ്റാർ ആക്കുകയും ചെയ്യും. അപ്പൊ ഇന്ന് ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് നിസ്സംശയം പറയാം അത് നമ്മുടെ നെസ്ലിൻ തന്നെയാണ്. ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പലയിടത്തായി കമന്റ് ചെയ്തിട്ടുണ്ട് നെസ്ലിൻ ആയിരിക്കും അടുത്ത ദിലീപ് എന്ന്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് അത് അംഗീകരിക്കാൻ മടിയാണ്. കാരണം അവരുടെ മനസ്സിലേക്ക് നേരെ പോകുന്നത് ചാന്തുപുട്ട്, കുഞ്ഞിക്കൂനം പോലുള്ള ചലഞ്ചിങ് സാധനങ്ങൾ ചെയ്ത ദിലീപിനെയും ഇപ്പോഴുള്ള നെസ്ലിനെയുമാണ്. എന്നാൽ 92 അരങ്ങേറിയ ദിലീപ് 2001 രാക്ഷസ രാജാവിൽ വരെ ചെയ്തിരുന്നത് വളരെ സാധാരണ രീതിയിലുള്ള അഭിനയമായിരുന്നു. അതായത് അദ്ദേഹം കൂടുതലായും ചെയ്തിരുന്നത് അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രായത്തിനൊത്ത ലൈറ്റ് വെയിറ്റ് കഥാപാത്രങ്ങൾ മാത്രം. അതിപ്പോ നായകനായിട്ടാണെങ്കിലും സൈഡ് റോളിലാണെങ്കിലും ഇത് തന്നെയാണ് ഇന്ന് നെസ്ലിനും ചെയ്യുന്നത്. സോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഡെഫിനറ്റ്ലി ഹി ഈസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് ബിഗ് തിങ് ഫ്രം മോളിവുഡ്.